പരമോന്നത നേതാവിനെ കൊന്നു തള്ളിയിട്ടും മതിവരാതെ ഇപ്പോഴിതാ ഒറ്റുകാരെ വെച്ച് പകവീട്ടുകയാണ് ഇറാനെതിരെ അമേരിക്ക. ഇറാനെതിരെ യുദ്ധം നടത്താനും തകർത്തെറിയാനും പുതിയൊരു തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും. രാജ്യത്തിനകത്ത് സായുധ വിപ്ലവം ഉണ്ടാക്കാനും അതുവഴി ഇറാനെ തകർക്കാനുമാണ് ഇപ്പോൾ US നടത്തുന്ന പുതിയ നീക്കം. അതുപ്രകാരം ഇറാനിലെ സുരക്ഷാ സേനയ്ക്കെതിരെ പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ ഒരു ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് ഇറാനിയൻ കുർദിഷ് സായുധ സംഘങ്ങൾ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടെ തുടക്കത്തിൽ തന്നെ അതിനെ തകർത്തെറിയാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. രണ്ടുപേർ പരസ്പരം പോരടിക്കുമ്പോൾ അതിൽ നിന്നും ചോര കുടിക്കുന്ന യഥാർത്ഥ തന്ത്രം പയറ്റുന്ന അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാനാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ നീക്കം. അതായത് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തോട് എതിർപ്പുള്ള വംശീയ ന്യൂനപക്ഷമാണ് കുർദുകൾ എന്നറിയപ്പെടുന്നത്. ഇറാഖ് അതിർത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സായുധ ഗ്രൂപ്പുകൾ ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രത്യേക പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ കലാപമുണ്ടാക്കി ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്ക നടത്തുന്ന തന്ത്രം. അരക്ഷിതാവസ്ഥ മുതലാക്കി രാജ്യത്തിനകത്ത് ഭരണകൂട വിരുദ്ധർക്ക് പ്രതിഷേധിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് അമേരിക്ക എടുത്തിരിക്കുന്ന നടപടി. ഖമേനിയുടെ വധത്തിന് പിന്നാലെ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ ഏറ്റെടുത്തിരുന്നു. താൽക്കാലിക ഭരണ സംവിധാനവുമായി കൂടിയാലോചന ഇല്ലാതെയാണ് ഇവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ കുർദുകൾ ഉൾപ്പെടെയുള്ളവർ സായുധ കലാപം ഉണ്ടാക്കിയാൽ അത് ഇറാന് വലിയ തിരിച്ചടിയായിരിക്കും. ഇറാനകത്ത് വലിയ അന്തഛിദ്രമാകും ഉണ്ടാകുകയെന്ന് US-ഉം ഇസ്രായേലും ഒക്കെ കണക്ക് കൂട്ടുകയാണ്. സിറിയയിൽ അടക്കം പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രമാണ് US ഇപ്പോൾ ഇറാനിലും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. കുർദിഷ് പോരാളികൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിനായി അമേരിക്കൻ ചാരസംഘടനയായ CIA തന്ത്രങ്ങൾ മെനയുന്നതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എർബിലെയും അതുപോലെ ബാഗ്ദാദിലെയും ഒക്കെ കുർദ് നേതാക്കൾ അമേരിക്കയുമായി ട്രംപിൻ്റെ ഔദ്യോഗിക ഏജൻസികളുമായൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. നീക്കം എപ്പോൾ തുടങ്ങണമെന്നൊരു കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും അമേരിക്കയുടെ പുതിയ തന്ത്രത്തെ ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഏതായാലും സായുധ സംഘങ്ങൾ ഇറാനിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവസാന ചെറുത്തുനിൽപ്പ് എന്നതിനപ്പുറം സ്വന്തം നാട്ടിലെ ഒറ്റുകാരെ തകർത്തെറിയാനാണ് ഇറാൻ പോരാടുക.